Good morning to all. Voice and screen okay ആണോ? Okay, ma'am. Okay. Do you have any doubt in the last class topic? Any doubts? That is test and set instruction.
how what is the definition of test and set instruction, then our code for the process. ഒരു പ്രോസസ് എങ്ങനെയാണ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുക യൂസിങ് ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ. ലൂപ്പ് ഇൻഫിനിറ്റ് ആണ് അർപ്പിത്. അതെപ്പോഴാണ് ഇൻഫിനിറ്റ് ആവുക? വെൻ ദ വൈൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് എന്താവും? ഇൻഫിനിറ്റ് ആവും. ഓക്കെ, ഫോൾസ് ആണെങ്കിൽ it will come out of the loop. That is, if two processes are there, P1 and P2 undengil, if P1 is in critical section, okay, P1 critical section, first of all, P1 critical section le kerum. Endukonda? Lock in the value initially false aanu. P1 aanu lock kittiyathu. Okay, so lock false aanengil test and set instruction endu cheyyum? Ee false nu parna value pass cheyyum. Okay, എന്നിട്ട് എന്ത് ചെയ്യും? അത് RV ലോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ലോക്ക് ട്രൂ ആവും. ബട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ RV ആ. RV എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അർപ്പിത് ഒന്ന് വോയിസ് ചോദിക്കോ? ജസ്റ്റ് അൺമ്യൂട്ട് യുവർ മൈക്ക്. ഓക്കെ, ഞാൻ പറയാം. ദാറ്റ് ഈസ് ഇനീഷ്യലി ഇപ്പോൾ ദർ ആർ ടു പ്രോസസ്, P1 P2 എന്ന് പറഞ്ഞ രണ്ട് പ്രോസസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? സപ്പോസ് P1 ഇനീഷ്യലി നമ്മുടെ ലോക്കിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, സോ P1 ഈസ് ഗോയിങ് ടു എൻ്റർ എന്നാണെങ്കിൽ എന്ത് ചെയ്യും? P1 എന്ത് ചെയ്യും? ടെസ്റ്റ് ആൻഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ, ഈ കോഡ് വർക്ക് ചെയ്യും. എല്ലാ പ്രോസസ്സിനും കോഡ് ഉണ്ടാവും. ദിസ് കോഡ് ഈസ് കോമൺ ടു ഓൾ പ്രോസസ്. എല്ലാ പ്രോസസ്സിനും ഈ കോഡ് ഉണ്ടാവും. ഓക്കെ, സോ ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ലോക്ക് വാല്യൂ പാസ് ചെയ്യും. ലോക്ക് വാല്യൂ എന്താ? ഇനീഷ്യലി ഫോൾസ് ആണ്. ഓക്കെ, സോ P1 ആണ് ഇപ്പൊ കയറാൻ പോകുന്നത്. സോ P1 എന്ത് ചെയ്യും? ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ഫോൾസ് വർക്ക് ചെയ്യും. ടെസ്റ്റ് ആൻഡ് സെറ്റ് ഓഫ് ഫോൾസ് മീൻസ് ടാർഗറ്റിലാണ് ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. ദാറ്റ് വാല്യൂ ഈസ് കോപ്പീഡ് ടു RV. ഇപ്പൊ RV എന്ന് പറഞ്ഞൊരു ബൂളിയൻ വേരിയബിളിലുള്ള വാല്യൂ ഫോൾസ് ആണ് ഇപ്പൊ. ഓക്കെ, അവിടെ വേറെ ഒരു ചേഞ്ചും വരുന്നില്ല. നെക്സ്റ്റ് എന്ത് ചെയ്തു? ടാർഗറ്റ് എന്നുള്ളത് എന്താക്കി മാറ്റി? ട്രൂ ആക്കി. ദാറ്റ് ഈസ് ടാർഗറ്റ് ഒരു പോയിന്റർ ആണ്, ലോക്കിനെയാണ് പോയിന്റ് ചെയ്യണത്. സോ ലോക്ക് എന്തായി മാറി? ട്രൂ ആയി മാറി. ഓക്കെ, ബട്ട് ദർ ഇസ് നോ ചേഞ്ച് ഫോർ RV. RVക്ക് ഒരു ചേഞ്ചും ഇല്ല. RV ആണ് റിട്ടേൺ ചെയ്യണത്. ഓക്കെ, ലോക്ക് ട്രൂ ആയി. കാരണം എന്താ? P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. അതുകൊണ്ടാണ് ലോക്ക് ട്രൂ ആക്കി വെച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ലോക്ക് ട്രൂ ആയി കഴിഞ്ഞാൽ നോ അതർ പ്രോസസ് ഷുഡ് എൻ്റർ. ഓക്കെ, ബട്ട് ഹിയർ സി യു ആർ റിട്ടേണിംഗ് ദ RV വാല്യൂ. ലോക്ക് വാല്യൂ അല്ല നിങ്ങൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്താ? RVന്റെ വാല്യൂ ആണ്. RV ഇനീഷ്യലി എന്തായിരുന്നു? സ്റ്റാർട്ടിങ് വന്നത് ഫോൾസ് ആ. അത് തന്നെയാണ് റിട്ടേൺ ചെയ്യണേ. സോ വൈലിന്റെ ഉള്ളിൽ ഫോൾസ് വാല്യൂ ആണ് റിട്ടേൺ ആവുക. P1ന്റെ കേസിൽ മാത്രം false return ആവും. So while false means you cannot execute here, you can directly go to critical section and after that lock false ആക്കാം. ഓക്കെ, ഇതേ ടൈമിൽ പാരലൽ ആയിട്ട് P1 P2 ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇപ്പൊ P1 ക്രിട്ടിക്കൽ സെക്ഷനിലാണ് ഉള്ളത്. ലോക്ക് വാല്യൂ ട്രൂ ആണ്. ഓക്കെ, സോ വെൻ P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇതേ സമയത്ത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ നോക്കുവാണെങ്കിൽ P2 എന്താ കാണുന്നത്? ലോക്ക് വാല്യൂ ട്രൂ ആയിട്ടാണ് കാണുക. ഓക്കെ, കാരണം എന്താ? P1 എന്ന് പറഞ്ഞ ആള് ലോക്ക് ട്രൂ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയതുകൊണ്ട്. സോ P2 ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ടെസ്റ്റ് ആൻഡ് സെറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ലോക്ക് വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ട്രൂ. ഓക്കെ, ട്രൂ ആണ് ഇവിടെ വരിക. ഓക്കെ, ട്രൂ ആണ്. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ട്രൂ ആണ് ലോക്കിന്റെ വാല്യൂ. സോ ഈ ഫംഗ്ഷനിലോട്ട് ടാർഗറ്റിലോട്ട് ട്രൂ വരും. ഓക്കെ, ആ ട്രൂ ആണ് RVയിലോട്ട് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഫോൾസ് ആയിരുന്നു വന്നത്, അതുമാണ് RVയിൽ വന്നത്. ഇപ്പം P2ന്റെ കേസിൽ ഇതേ ടൈമിൽ P2 ചെക്ക് ചെയ്യുമ്പം ലോക്ക് വാല്യൂ എന്താണ്? ട്രൂ ആണ്. സോ ആ ട്രൂ ആണ് RVയിലോട്ട് വരുന്നത്. ഓക്കെ, ലോക്ക് ട്രൂ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ റിട്ടേൺ RV എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രൂ എന്നുള്ള വാല്യൂ, കാരണം ഇവിടെ ട്രൂ അല്ലേ വന്നത്, ആ ട്രൂ ആണ് RVയിലുള്ളത്. സോ RVയിലേക്ക് റിട്ടേൺ ആവുന്ന എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സോ വൈൽ ട്രൂ എന്ന് പറഞ്ഞിട്ടാണ് P2ൽ കിട്ടുക. P1ന്റെ കേസിൽ നിങ്ങൾക്ക് വൈൽ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ബട്ട് പ്രോസസ് P2 ചെയ്യുമ്പം വൈൽ ട്രൂ ആണ് വരിക. വൈൽ ട്രൂ മീൻസ് ഇറ്റ് ഈസ് എ സെമികോളൻ ലൂപ്പ് ആണ്. ദാറ്റ് ഈസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് P2 എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് ആണ്. ഏത് ടൈം വരെ? ലോക്ക് ഫോൾസ് ആവുന്ന വരെ P2 വെയിറ്റ് ചെയ്യും. ഓക്കെ, എപ്പോഴാ ലോക്ക് ഫോൾസ് ആവുക? P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ലീവ് ചെയ്യുമ്പം ഇറ്റ് വിൽ പുട്ട് ദ വാല്യൂ ആസ് ഫോൾസ്. P1 ആണ് ലോക്കിനെ ഫോൾസ് ആക്കി വെക്കുക.
ലോക്ക് ഫോൾസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ P2 എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ട് പ്രോസസ്സിൽ n നമ്പർ ഓഫ് പ്രോസസ് ഉണ്ടെങ്കിൽ അവർ പാരലലി ചെയ്യുമ്പം ഒരാൾക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഈ ലോക്കിന്റെ വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ ഫോൾസ് ആയിട്ട് വരുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും, ഇഫ് ഒരു പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ ലോക്ക് എന്തായാലും 1 ആണ്. സോ ആ 1 വെച്ചിട്ട് ടെസ്റ്റ് ആൻഡ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റിസൾട്ട് ട്രൂ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, ലോക്ക് വാല്യൂ ട്രൂ ആണ്, സോ റിസൾട്ട് ട്രൂ ആയിട്ടാണ് വരിക. സോ ദേ വിൽ ബി ഇൻ വെയിറ്റിംഗ് സ്റ്റേറ്റ്. ക്ലിയർ ആണോ അർപ്പിത്? P2, P3, P4 ആര് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ലോക്ക് വാല്യൂ ട്രൂ ആയിട്ടാണ് കിടക്കുക. ദേ വിൽ ബി റണ്ണിങ് ഇൻ ലൂപ്പ്. ബട്ട് P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഇനീഷ്യലി എന്ത് കിട്ടിയിട്ടുണ്ട്, ലോക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ക്രിട്ടിക്കൽ സെക്ഷനിലുണ്ട്, അവരാണ് ലോക്ക് ട്രൂ ആക്കിയത്. അതുകൊണ്ട് ലോക്ക് ഷെയർഡ് വേരിയബിൾ ആണ്. സോ ഒരാൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ചേഞ്ച് റിഫ്ലക്ട് ആവും. സോ ഓൾ ദ അതർ പ്രോസസ് വിൽ സീ ദ ലോക്ക് വാല്യൂ ആസ് ട്രൂ. എന്നിട്ട് അവർ ടെസ്റ്റ് ആൻഡ് സെറ്റ് ട്രൂ കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും ട്രൂ ആൻസർ കിട്ടുള്ളൂ. സോ വെയിറ്റിംഗ്. ക്ലിയർ അർപ്പിത്? Do that is അവർ ഈ while true ഇൻഡിക്കേറ്റ് ചെയ്യണത് they will continuously they will check it. എല്ലാ പ്രോസസ്സും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം ഇഫ് ദേ വാണ്ട് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ദേ വിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ദ ലോക്ക് വാല്യൂ. അതാണ് ഈ ഡു വൈൽ ലൂപ്പ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. ഓക്കെ, ആക്ച്വലി ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ വൈൽ ലൂപ്പ് ഇവിടെ വരുന്നുള്ളൂ. ഡു വൈൽ ഇൻഡിക്കേറ്റ് ചെയ്യണത് ദേ ആർ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ്. ഓക്കെ, അപ്പൊ ഈ ഡു വൈലിന് ജസ്റ്റ് അതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നിങ്ങൾ ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ ഈ ഒരു കേസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ടെസ്റ്റ് ആൻഡ് സെറ്റിന്റെ ഈ വൈൽ ലൂപ്പിന്. ക്ലിയർ? ഡു വൈൽ കൊടുക്കാൻ കാരണം ഒരു പ്രാവശ്യമല്ല അവർ ചെക്ക് ചെയ്യുക, അവർക്ക് ആ പ്രോസസ്സിന് എപ്പോഴാണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറേണ്ടത്, ക്രിട്ടിക്കൽ കയറുമ്പോൾ അവർ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി വർക്ക്ഡ്. അപ്പൊ അതിന് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ദാറ്റ് ഈസ് നോർമലി നമുക്ക് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഹാവ് ക്ലാസിഫൈഡ് ഇറ്റ് ഇൻടു സോഫ്റ്റ്വെയർ സൊല്യൂഷൻ, ഹാർഡ്വെയർ സൊല്യൂഷൻ, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ഓക്കെ, 3 കാറ്റഗറീസ് ആണ്. നോർമലി അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ആ രീതിക്ക് പഠിക്കണം. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് നമ്മൾ സോഫ്റ്റ്വെയർ ലെവലിൽ സൊല്യൂഷൻ കൊടുക്കാം, ഹാർഡ്വെയർ ലെവലിൽ കൊടുക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലെവലിൽ കൊടുക്കാം. അപ്പൊ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ആയിരുന്നു പീറ്റേഴ്സൺ സൊല്യൂഷൻ. ഓക്കെ, പീറ്റേഴ്സൺ സൊല്യൂഷൻ സോഫ്റ്റ്വെയർ ആണ്. And you are going to study another solution, monitor. That is also a software solution. കുറെ ടെക്നിക്സ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, അതിന്റെ സാമ്പിൾ കോഡ്സ് ആണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്. സോ ഇഫ് ദേ ആർ ഗോയിങ് ടു എന്താണ് മോണിറ്റർ, ഓക്കെ, എന്താണ് ലോക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ സാമ്പിൾ കോഡും അതിന്റെ തിയറിയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ആ കോഡിന്റെ വർക്കിംഗ് അറിയണം. ഓക്കെ, so software solution you have studied Peterson algorithm. Okay, and in hardware solution you have studied test and set, then compare and swap. These two are the hardware solution. Test and set instruction, compare and swap instruction. ഇത് രണ്ടുമാണ് ഹാർഡ്വെയർ ലെവലിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ് മ്യൂടെക്സ്. മ്യൂടെക്സ് എന്ന് പറയുന്നത്, മ്യൂടെക്സ് is a operating system solution. Okay, 3 types of solution and broadly classified into software solution, hardware solution, operating system solution. Okay, ആ സോഫ്റ്റ്വെയറിലാണ് പീറ്റേഴ്സൺ അൽഗോരിതം നിങ്ങൾ പഠിച്ചത്. ദാറ്റ് ഈസ് ഫോർ 2 പ്രോസസ്. ഓക്കെ, നെക്സ്റ്റ് ഹാർഡ്വെയർ ലെവലിൽ നിങ്ങൾ എന്ത് പഠിച്ചു, ടെസ്റ്റ് ആൻഡ് സെറ്റും പഠിച്ചു, കമ്പയർ ആൻഡ് സ്വാപ്പും പഠിച്ചു. ഓക്കെ, അവിടെയൊക്കെ വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, പ്രോസസ് ഹാസ് ടു വെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ, ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ് എന്ത്, മ്യൂടെക്സ് ലോക്ക്. ഓക്കെ, സോ OS ഡിസൈനേഴ്സ് ഒരു സോഫ്റ്റ്വെയർ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് മ്യൂടെക്സ് ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് ടെക്നിക്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് എന്താണ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ബൈ ഫസ്റ്റ് acquiring the lock, then releasing the lock.
ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, ലോക്ക് എക്വയർ ചെയ്യുക. ലോക്ക് എക്വയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോക്ക് റിലീസ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ഫസ്റ്റ് acquire the lock. Okay, when leaving they can release the lock. That is the idea of mutex. Actually mutex is the short form of mutual exclusion. Okay, mutex എന്ന് പറയുന്നത് mutual exclusionന്റെ short form ആണ്. It is the simplest technique. ഒരു operating system solution ആണ്. Okay, അവിടെ രണ്ട് മെത്തേഡ് ആണുള്ളത്, acquire and release. Okay, lock എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it is a shared variable. Okay, shared variable ആണ്, എല്ലാ പ്രോസസ്സും ഷെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ലോക്ക്. ഓക്കെ, ലോക്ക് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണോ വേണ്ടയോ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ടെക്നിക്, മ്യൂടെക്സിന്റെ ടെക്നിക് എന്താണ്, ടു മെത്തേഡ്സ്, എക്വയർ ആൻഡ് റിലീസ്. ഓക്കെ, ദാറ്റ് ഈസ് അറ്റോമിക്. അറ്റോമിക് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ വർക്ക് ഇൻഡിപെൻഡന്റ്ലി. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അറ്റോമിക് ഓപ്പറേഷൻസ്. അറ്റോമിക് മീൻസ് they are independent, that is they can work independently. Okay, so let's check the code for acquire and release. Okay, there is a variable available. Available എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഉണ്ട്. Available, that is the lock actually. Okay, available എന്നാണ് ഇവിടെ പേര് പറഞ്ഞിട്ടുള്ളത്. അവൈലബിളിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. ഓക്കെ, acquire ഫംഗ്ഷൻ എന്താ ചെയ്യണത്, while not available, അതായത് അവൈലബിൾ അല്ലെങ്കിൽ, അതായത് ലോക്ക് അവൈലബിൾ അല്ലെങ്കിൽ സെമിക്കോളൻ is there, that is indefinite loop, വെയിറ്റ് ചെയ്യണം. Okay, lock available അല്ലെങ്കിൽ you have to wait. Okay, otherwise you can enter the critical section and you can leave the critical section by assigning available equal to true. Okay, acquire എന്താ ചെയ്യണത്, acquire ചെയ്യുന്നത് എന്താണ്, ജസ്റ്റ് അവൈലബിൾ ആണോ നോക്കി, അവൈലബിൾ ആണെങ്കിൽ you can enter the critical section, അല്ലെങ്കിൽ you have to wait. Okay, വെയിറ്റ് ചെയ്യണം. റിലീസ് ഫംഗ്ഷൻ എന്താ ചെയ്യണത്, റിലീസ് ചെയ്യുമ്പോൾ, അതായത് ഈവൻ ഇഫ് യു ആർ ഗോയിങ് ടു ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ, അവൈലബിൾ എന്താക്കി വെക്കും, ട്രൂ ആക്കി വെക്കും. ഓക്കെ, അതായത് റിലീസ് ചെയ്യുമ്പോൾ എന്താക്കി വെക്കുക ചെയ്യുക, ട്രൂ ആക്കിയിട്ട് വെക്കുക ചെയ്യുക. കേറുമ്പം എന്തായിട്ട് ഉണ്ടാവുക, ഫോൾസ് ആയിട്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു പ്രോസസ് P1 P2 എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. ഓക്കെ, ഇനീഷ്യലി അവൈലബിൾ ട്രൂ ആണെന്ന് വിചാരിക്കുക, കാരണം അവൈലബിൾ ആണെങ്കിലേ കയറാൻ പറ്റുള്ളൂ. അവൈലബിൾ ട്രൂ ആണെന്ന് വിചാരിക്കുക. സോ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ P1 ചെക്ക് ചെയ്തു, P1 നോക്കുവാണ്, അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആണ്. ഓക്കെ, നോട്ട് ട്രൂ, നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ, ഫോൾസ് ആണ്. ഓക്കെ, അവൈലബിളിന്റെ വാല്യൂ ട്രൂ ആണ്, നോട്ട് ട്രൂ മീൻസ് ഫോൾസ്. സോ വൈൽ ഫോൾസ് ആണെങ്കിൽ എന്താ അർത്ഥം, യു ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഈ ലൂപ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ലൂപ്പ് ഈസ് എ ഇൻഡെഫിനിറ്റ് ലൂപ്പ് ആണ്. Okay, while false ആണെങ്കിൽ you can exit from this while loop. Okay, that is you can enter the critical section. അപ്പോൾ അവൈലബിൾ ട്രൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻ്റർ ചെയ്യാം. ആ ടൈമിൽ അവൈലബിൾ എന്താക്കി വെക്കുക, ഫോൾസ് ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. യു ക്യാൻ പെർഫോം ദ ടാസ്ക് ആൻഡ് വെൻ യു ആർ ഗോയിങ് ടു ലീവ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ യു ഹാവ് ടു കോൾ ദ റിലീസ് ഫംഗ്ഷൻ. റിലീസ് ഫംഗ്ഷനിൽ എന്ത് ചെയ്യും, അവൈലബിൾ ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യും തിരിച്ചിട്ട്. ഓക്കെ, അങ്ങനെ ട്രൂ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇപ്പം P1 ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ, ഓക്കെ ശ്രദ്ധിച്ചോളൂ, P1 ക്രിട്ടിക്കൽ സെക്ഷനിലാണ്. ഓക്കെ, ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ആണെങ്കിൽ അവൈലബിളിന്റെ വാല്യൂ എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. ഓക്കെ, റിലീസ് ചെയ്യുമ്പോഴേ ട്രൂ ആവാൻ പാടുള്ളൂ. ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ അവൈലബിളിന്റെ വാല്യൂ എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലുണ്ട്. ഓക്കെ, ദെൻ അവൈലബിൾ ഫോൾസ് ആണ്. ആ ടൈമിൽ P2 ചെക്ക് ചെയ്യാൻ പോവാ. ഓക്കെ, വെദർ ഹി ക്യാൻ എൻ്റർ. ഓക്കെ, ആ പ്രോസസ്സിന് എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് P2 ചെക്ക് ചെയ്യണേ. P2 എങ്ങനെയാ ചെക്ക് ചെയ്യുക, എക്വയർ ഫംഗ്ഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, P2നും എക്വയർ ഫംഗ്ഷൻ ഉണ്ടാവും. P2 ചെക്ക് ചെയ്യും അവൈലബിളിന്റെ വാല്യൂ എന്താണ്, അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, നോട്ട് ഫോൾസ് മീൻസ് എന്താണ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് നോട്ട് ഫോൾസ്, നോട്ട് ഫോൾസിന്റെ വാല്യൂ എന്താണ്, ബേസിക് C ഓപ്പറേഷൻ, നോട്ട് ഓഫ് ഫോൾസ്. ആൻസർ ഈസ്, നോട്ട് ഓപ്പറേഷന്റെ വർക്കിംഗ് എങ്ങനെയാണ്, നോട്ട് ഫോൾസിന്റെ ആൻസർ എന്താണ്, വിഷ്ണു, ആശിഷ്, അഭിനവ്, അശ്വിൻ.
Rasi, not of false means what is the value? Nobody knows. Okay, not of false എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. നെഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈ അവൈലബിൾ എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ false ആണെങ്കിൽ അതിനെ നോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രൂ. നേരെ തിരിക്കുക. ഓക്കെ, നേരെ ടോഗിൾ ചെയ്യുക. അതായത് അവൈലബിളിന്റെ വാല്യൂ false ആണെങ്കിൽ അതിന് നോട്ട് കൊടുക്കുകയാണെങ്കിൽ ദ ആൻസർ വിൽ ബി ട്രൂ. ഓക്കെ, ഇനി ഇവിടെ ട്രൂ ആണ് വാല്യൂ. ട്രൂവിന്റെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ false. ഓക്കെ, നോട്ട് ട്രൂ false, നോട്ട് false ട്രൂ. മനസ്സിലായോ? ഓക്കെ, നോട്ട് false എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണ്. ഓക്കെ, നോട്ട് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ false. അതാണ് നോട്ടിന്റെ ഫംഗ്ഷൻ, നോട്ട് ഗേറ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, നോട്ട് ഗേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സിയിലുള്ള അതിന്റെ ഫംഗ്ഷൻ അതാണ്. ഓക്കെ, നോട്ട് ഓഫ് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ഉണ്ടാവും. ഓക്കെ, നോട്ട് ട്രൂ ആണെങ്കിൽ റിസൾട്ട് നേരെ ഫോൾസ് ആയിരിക്കും. ഇനി നോട്ട് ഫോൾസ് എന്നാണെങ്കിൽ റിസൾട്ട് നേരെ ഓപ്പോസിറ്റ് ട്രൂ ആയിരിക്കും. ഇവിടുത്തെ വാല്യൂ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഇസ് നോട്ട്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. നോട്ട് ഓപ്പറേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, ഫോൾസ് ആണ് നമുക്കറിയാം. അപ്പൊ സപ്പോസ് P2 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ചെക്ക് ചെയ്യാണ് വെദർ അയാൾക്ക് കയറാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓൾറെഡി P1 ഉണ്ട്. ഓക്കെ, അപ്പൊ P2ന് കയറാൻ പാടില്ല. സോ ഹൗ ഇറ്റ് ഈസ് ചെക്ക്ഡ്? എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. സോ P2 ചെക്ക് ചെയ്യാണ്. നോട്ട് ഫോൾസ്. നോട്ട് ഫോൾസിന്റെ ആൻസർ എന്താ? ട്രൂ ആണ്. ട്രൂ മീൻസ് വൈലിന്റെ റിസൾട്ട് ട്രൂ ആണ്. ദാറ്റ് ഈസ് P2 വിൽ ബി വെയിറ്റിംഗ്. ഓക്കെ, P2 വിൽ ബി വെയിറ്റിംഗ്. P2ന് മനസ്സിലായി സം അതർ പ്രോസസ് ഈസ് ദെയർ ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, കാരണം എന്താ? അവൈലബിളിന്റെ വാല്യൂ ഫോൾസ് ആണ്. നോട്ട് ഫോൾസ് കൊടുക്കുമ്പോൾ അത് ട്രൂ ആയി. വൈൽ ട്രൂ മീൻസ് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യണം. എന്താണ് വൈൽ ലൂപ്പ്? സെമി കോളനുള്ള ലൂപ്പാണ്. ദാറ്റ് ഈസ് you don't want to do anything, you just wait. Okay, വെയിറ്റ് ചെയ്യാം. എത്ര വരെ വെയിറ്റ് ചെയ്യുക? ടിൽ ദ പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിൽ ആരാണോ ഉള്ളത് അവരെപ്പോഴാണോ റിലീസ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, അവൈലബിൾ എപ്പോഴാണോ ട്രൂ ആവുന്നത്, ടിൽ ദാറ്റ് ടൈം ദ പ്രോസസ് P2 ഷുഡ് വെയിറ്റ്. മനസ്സിലായോ? പാരലൽ ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, P1 കയറി കഴിഞ്ഞാൽ P2 ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റിംഗിലാണ് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ദ condition for mutex. Okay, so basic ആയിട്ട് എന്താണ്? do while loop ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. as I have told, അതിൽ എന്താ ഉണ്ടാവുക? first of all you have to acquire the lock acquire ചെയ്യുക. after that you can enter the critical section and you can then release the critical section, release the lock. so അതിൽ acquire and release method എന്താണ് ചെയ്യുന്നത്? that is specified here. acquire just while loopൽ available ആണോ ചെക്ക് ചെയ്യും. okay, available ആണെങ്കിൽ you can enter the critical section. at that time make available value false. okay, ഇനി release എന്താ ചെയ്യുക? when you are going to leave the critical section you have to make the available value true. എന്നാൽ മാത്രമേ വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. this is the code for mutex. here also busy waiting is there. busy waiting എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് ടൈം എന്താണ് എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രോസസ്സ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടെക്നിക്സിലും എന്തുണ്ട്? ബിസി വെയിറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? വാട്ട് ഈസ് മ്യൂടെക്സ്? ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആണ്, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിന് കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് മ്യൂടെക്സ് ലോക്ക്. ഇവിടെ ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? അവൈലബിളിനെയാണ് നമ്മൾ ലോക്ക് ആയിട്ട് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ഷെയർഡ് വേരിയബിൾ. ഓക്കെ, അവൈലബിൾ ആണ് ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? okay, here the problem is busy waiting. okay, എല്ലാ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സൊല്യൂഷൻസിലും എന്തുണ്ട്? busy waiting, that is some other process will be waiting. okay, waiting എന്നുള്ള കോൺസെപ്റ്റ് എല്ലാത്തിലും ഉണ്ട്. and that waiting is known as busy waiting. so അതുകൊണ്ട് ഈ മ്യൂടെക്സ് ലോക്കിന് നമ്മൾ എന്ത് പറയും? സ്പിൻ ലോക്ക് എന്നും കൂടെ പറയും.
Okay, since there is busy waiting, this lock is known as spin lock. Okay. So എന്താണ് മ്യൂടെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is a technique, it is a solution, operating system solution for the critical section problem. Critical section problem solve ചെയ്യാൻ വേണ്ടിയിട്ടുള്ള solution ആണ്. One of the simplest technique ആണ്. Okay, it consists of two methods, acquire and release the lock. Okay, it is actually a boolean variable. Lock എന്ന് പറയുന്നത് എന്താ? Normally boolean variable ആണ്. It will be having the value either 0 or 1. Okay, and you can call this acquire and release function, and they are basic atomic operation. Atomic means they can work independently. Okay, then what is the problem here? Busy waiting is the problem, and this lock is known as spin lock, and the code for mutex is this one. Clear? You have to write the code. അതുകൊണ്ടാണ് കോഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു ഷോർട്ട് കോഡേ ഉള്ളൂ, വലിയ പ്രോഗ്രാം ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് കോഡ് മാത്രം പഠിച്ചിട്ട് എക്സാമിന് എഴുതണം ഓരോ കോൺസെപ്റ്റിലും. ക്ലിയർ? എനി ഡൗട്ട്സ്? അഭിനവ്, അനൈന, അനൂജ, അർപ്പിത്, ഫാത്തിമ ത്രംഷാദ, ജരീഷ്, ലിഖിത്, നാസിഫ്, സാലി, പ്രിൻസ്, നബീൽ, വിഷ്ണു, വൈഷ്ണ, തേജ. Please respond. If you have any doubt, please ask. Okay. So you have studied the simplest technique. Okay, mutex lock എന്ന് പറയുന്ന ഒരു simplest technique you have studied. Okay, so അതിന്റെ കുറച്ചും കൂടി sophisticated technique, കുറച്ചും കൂടി efficient ആയിട്ടുള്ള ഒരു technique, operating system solution തന്നെയാണ്, but it is somehow sophisticated mechanism than mutex. Okay, to solve the critical section problem. Okay, അതാണ് semaphore. Okay, semaphore actually it is a variable. Semaphore എന്ന് പറയുന്നത് എല്ലാം ഒരു variable ആണ്, shared variable ആണ്. Okay, semaphore normally denoted by s, also it is an integer variable. Okay, so it is also a synchronization tool. Synchronization എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ മൂന്നോ പ്രോസസ്സ് ഒരു critical section access ചെയ്യുമ്പോൾ they have to be synchronized. Okay, one after the other they have to be synchronized. So അതിന് വേണ്ടിയിട്ടുള്ള ഒരു tool, operating system solution തന്നെയാണ് മ്യൂടെക്സും സെമാഫോർ. Okay, OS solution ആണ്. Okay, it is an integer variable, and here നിങ്ങൾ നേരത്തെ acquire release എന്നൊക്കെ പഠിച്ചു മ്യൂടെക്സിൽ. Here you are studying another two methods. Okay, this is another technique, so you are studying another two techniques, wait and signal. Okay, wait and signal, that are the two atomic operation. Okay, in mutex എന്തായിരുന്നു? acquire and release ആയിരുന്നു. Okay, semaphore you are going to study two operation, wait and signal. Okay, originally wait was called as p function, signal as v function. Okay, ആദ്യത്തെ first of all semaphore എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ അവിടെ നമുക്ക് p and v എന്ന് പറഞ്ഞ രണ്ട് മെത്തേഡ് ആയിരുന്നു. Okay, now p and v is replaced by wait and signal method. Okay, actually wait is the process used to enter into the critical section. Okay, wait എന്ന് പറഞ്ഞാൽ critical section ലോട്ട് enter ചെയ്യുക. Signal means exit ചെയ്യുക. Okay, നേരത്തെ പഠിച്ചത് തന്നെ acquire release പഠിച്ചല്ലോ. acquire പോലെ തന്നെയാണ് wait. Okay, critical sectionൽ കേറാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് wait. Okay, then if you are going to release, if you are going to exit from the critical section, call signal function. Okay, അതന്നെ. അപ്പോൾ വെയിറ്റും സിഗ്നലും രണ്ട് ഫംഗ്ഷൻ, നോർമലി പി ആൻഡ് ബി എന്നാണ് പറയാ, വെയിറ്റ് ആൻഡ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ വെയിറ്റും സിഗ്നലിന്റെ കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എന്താണ് വെയിറ്റ്, എന്താണ് സിഗ്നൽ? സോ വെയിറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ദ ക്രിട്ടിക്കൽ സെക്ഷൻ, ആൻഡ് സിഗ്നൽ മീൻസ് യു ആർ ഗോയിങ് ടു exit the critical section.
Okay, so that concept is known as semaphore. Very, very important. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് സെമാഫോർ. Okay, weight method. So weight of s means you are passing that semaphore variable. Semaphore variable ഒരു integer number ആയിരിക്കും. Okay, ഒരു integer number ആയിരിക്കും. So weight of that number means അതിൽ എന്താ ചെക്ക് ചെയ്യണേ? s less than or equal to 0 ആണോ ചെക്ക് ചെയ്യും. Okay, s less than or equal to 0 ആണെങ്കിൽ busy weight ചെയ്യുക. Okay, and when you are going to busy weight ചെയ്യുക അല്ലെങ്കിൽ you can enter the critical section by doing s minus minus. s നെ എന്ത് ചെയ്യണം? ഒന്ന് ഡിക്രിമെന്റ് ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ. ഓക്കെ, അതിന്റെ ഓപ്പറേഷൻ പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് എന്താ ചെക്ക് ചെയ്യുക? ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷന് കയറണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യും. വെയിറ്റ് ഫംഗ്ഷനിൽ എന്താ ചെക്ക് ചെയ്യുന്നത്? സെമാഫോറിന്റെ വാല്യൂ. സെമാഫോർ ഒരു ഷെയർഡ് വേരിയബിൾ ആണ്. അതിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. If that is less than or equal to 0, you have to wait. That process has to wait. Semicolon ഉണ്ട്. Okay, semicolon actually ഇവിടെ തന്നെയാണ് വേണ്ടത്. നെക്സ്റ്റ് ലൈനിൽ ആയിപ്പോയതാണ്. Okay, busy wait ചെയ്യും. Okay, അല്ലെങ്കിൽ if this condition is false, the process can enter the critical section and make s equal to s minus minus. Okay, that is wait. ഇനി signal operation. Signal operation is signal of s means just when you are going to exit from the critical section, you can increment the value of semaphore. S plus plus ചെയ്യുക. Okay, കയറുമ്പോൾ എന്ത് ചെയ്യുക? ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. If that is false, condition false ആണെങ്കിൽ critical section കയറാം. S minus minus ചെയ്യുക. When you are leaving, perform increment operation. This is the definition for wait and signal. Okay, so അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. Before that, there are two types of semaphores. Two types of semaphore. One is counting semaphore. Okay, counting semaphore means the semaphore will be having any integer value, or a positive number. Okay, or a positive number value ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. Counting semaphore എന്ന് പറഞ്ഞാൽ. Binary semaphore means the semaphore will have the value between 0 and 1. Normally binary, that is either 0 or 1 എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Okay, but two types of semaphores are there. Counting semaphore means an integer value can be set. Binary semaphore means it consists of value either 0 or 1. Okay, that is binary semaphore is equivalent to mutex. കാരണം mutex നമ്മൾ 0 or 1 true false വെച്ചിട്ടാണ് നമ്മൾ മാപ്പ് ചെയ്തത്. Okay, അപ്പോൾ binary semaphore means actually it is a mutex lock. Okay, so this is one of the advanced method to solve critical section problem. Okay, so just understand the example. See, there are 10 process. Okay, ഒരു സിസ്റ്റത്തിൽ 10 process ഉണ്ട്. You have 4 printers. Okay, printers 4 shared printers ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ ആലോചിച്ചാൽ മതി. Okay, 10 employees ഉണ്ട്, 4 printers ഉണ്ട്. Okay, counting semaphore എന്നുള്ള കേസിൽ ഞാൻ actually there are 4 printers. So ഞാൻ semaphore വാല്യൂ 4 ആക്കി സെറ്റ് ചെയ്തു. Okay, so suppose first processന് critical section അല്ലെങ്കിൽ പ്രിന്ററിന് ആക്സസ് ചെയ്യണം. Okay, there are 4 printers. Critical sectionൽ 4 printers ഉണ്ട്. Okay, 4 printers at a time ഒരു പ്രിന്ററിനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുക. Okay, ഇപ്പൊ P1 കയറണം എന്ന് വിചാരിച്ചോ. P1 ഒരു പ്രിന്ററിന് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ P1 will call wait function. Okay, wait function call ചെയ്യും. വെയിറ്റിൽ എന്താ ചെക്ക് ചെയ്യുക? സെമാഫോർ വേരിയബിളിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യും. സോ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ ഈസ് ഫാൾസ്. Okay, false ആണ്. So what has to be done? സെമാഫോറിന്റെ വാല്യൂ എന്ത് ചെയ്യുക? ഒന്ന് ഡിക്രിമെന്റ് ചെയ്യുക. That is 3 ആക്കുക. അതിനർത്ഥം എന്താ? P1 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. കാരണം 4 പ്രിന്റർ അവൈലബിൾ ആണ്. അതിൽ ഒരു പ്രിന്റർ ആർക്ക് എടുക്കാം? P1 എടുക്കാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ എസിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്? 3 ആണ്. ബാക്കി എന്തുണ്ട്? 3 പ്രിന്റേഴ്സ് ബാക്കിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് P2 എന്ന് പറഞ്ഞ 10 പ്രോസസ് ഉണ്ട്. അടുത്ത P2 എന്ന് പറഞ്ഞ പ്രോസസ് വന്നു. ഓക്കെ, ദേ ആർ ചെക്കിംഗ്. അവർക്ക് കയറണം. സോ കയറണം എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്തു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കാരണം സെമാഫോറിന്റെ വാല്യൂ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, 3 ആക്കിയിട്ടുണ്ട്.
3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്തു, അത് ഫാൾസ് ആണ്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ ആൻഡ് എസ് ഈക്വൽ ടു എന്താക്കണം, ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം. എസിന്റെ വാല്യൂ എന്താക്കുക, 2 ആക്കുക. ദാറ്റ് ഈസ് P2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് സെക്കൻഡ് പ്രിന്ററിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, നോ ഇഷ്യൂ, അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. നെക്സ്റ്റ് P3 എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ത് ചെയ്തു, സെയിം 2 ആണ് സെമാഫോറിന്റെ വാല്യൂ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ചെക്ക് ചെയ്തു, ഫാൾസ് ആണ്. ഓക്കെ, ദേ ക്യാൻ ഓൾസോ ആക്സസ് ദ തേർഡ് പ്രിന്റർ, സെമാഫോറിന്റെ വാല്യൂ 1 ആക്കി. ഓക്കെ, 1 ആക്കി. നെക്സ്റ്റ് എന്ത് ചെയ്തു, P4 വന്നു, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ചെക്ക് ചെയ്തു. ഓക്കെ, ഫാൾസ് ആണ്. P4ന് എന്ത് ചെയ്യാം, ഫോർത്ത് പ്രിന്ററിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ 4 പ്രോസസ്സ് വന്നു, 4 പ്രിന്ററിനെ എടുത്തു. ഇനി പ്രിന്റർ ഇല്ല. ഓക്കെ, ഇപ്പൊ P5 വന്നു. P5 വന്നിട്ട് വെയിറ്റ് കോൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സെമാഫോറിന്റെ വാല്യൂ ഓൾറെഡി 0 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്താ, ഇറ്റ് ഇസ് ട്രൂ. ഓക്കെ, ട്രൂ ആണ്. ട്രൂ ആയി കഴിഞ്ഞാല് വൈൽ ലൂപ്പ് ട്രൂ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു വെയിറ്റ്. ഓക്കെ, എന്തിനാ വെയിറ്റ് ചെയ്യേണ്ടത്, ഇവർ ആരെങ്കിലും ഒരാൾ പ്രിന്ററിനെ റിലീസ് ചെയ്താൽ മാത്രമേ P5ന് കിട്ടുള്ളൂ. കാരണം ഓൾറെഡി 4 പ്രിന്റേഴ്സ് ആണ്, 4ഉം യൂസിങ് ആണ് by 4 process. So P5 should wait as all printers are using. Okay, അപ്പൊ വെയിറ്റ് ചെയ്യാണ്, P5 വെയിറ്റ് ചെയ്യുക. P5ഉം P6ഉം ഒക്കെ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, വെൻ P1 റിലീസസ്, P1 എന്ന് പറഞ്ഞ ആള് പ്രിന്റിംഗ് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പം സെമാഫോറിന്റെ വാല്യൂ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് സെമാഫോറിന്റെ വാല്യൂ എന്തായിരുന്നു, 0 ആയിരുന്നു. ഓക്കെ, സോ ഇൻക്രിമെന്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 0 + 1 1 ആക്കും. അതായത് ഒരു പ്രിന്റർ ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്. മനസ്സിലായോ, ഒരു പ്രിന്റർ ഫ്രീ ആയിട്ടുണ്ട്. സോ ദാറ്റ് P5 എന്ന് പറഞ്ഞ ആള് വെയിറ്റിംഗിലായിരുന്നു ഉണ്ടായത്. P5ന് എന്ത് ചെയ്യാം, പ്രിന്ററിനെ ആക്സസ് ചെയ്യാം. എങ്ങനെ ആക്സസ് ചെയ്യാം, അവരൊന്നും കൂടെ വെയിറ്റ് ഫംഗ്ഷൻ ചെക്ക് ചെയ്യും. വെയിറ്റ് ഫംഗ്ഷനിൽ എന്താ നോക്കുന്നത്, സെമാഫോറിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. 1 ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കണ്ടീഷൻ ഫാൾസ് ആണ്. സോ അതിനർത്ഥം എന്താ, ഇറ്റ് ക്യാൻ ആക്സസ് ദാറ്റ് പ്രിന്റർ ആൻഡ് ഇറ്റ് ഷുഡ് മേക്ക് ദ സെമാഫോർ വാല്യൂ ആസ് 0. ഒന്ന് ഡിക്രിമെന്റ് ചെയ്യണം. 1 ആയിരുന്നു വാല്യൂ സെമാഫോറിന്റെ. ഓക്കെ, അവർക്ക് ക്രിട്ടിക്കലിൽ കയറി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, സെമാഫോറിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്ത് 0 ആക്കണം. ദാറ്റ് ഈസ് P5ന് എന്തായി, പ്രിന്ററിനെ കിട്ടി. ഓക്കെ, ബിക്കോസ് P1 റിലീസ് ചെയ്തതുകൊണ്ട്, P1 എന്ന് പറഞ്ഞ ആള് പ്രിന്ററിനെ റിലീസ് ചെയ്തതുകൊണ്ട് P5 എന്ന് പറഞ്ഞ ആള് വെയിറ്റിംഗിലായിരുന്നു. നേരത്തെ ഇവിടെ വെയിറ്റിംഗിലായിരുന്നു, വൈൽ ലൂപ്പ് ട്രൂ ആയതുകൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ എന്താ കണ്ടീഷൻ, P1 റിലീസ് ചെയ്തപ്പോ സെമാഫോർ ഒന്ന് കൂട്ടി. ദാറ്റ് ഈസ് ഒരു പ്രിന്റർ ഫ്രീ ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യും, P5 ക്യാൻ ആക്സസ് ദാറ്റ് പ്രിന്റർ ആൻഡ് ഇറ്റ് ഷുഡ് മേക്ക് ദ സെമാഫോർ വാല്യൂ 0. ഇനി P6 ചെക്ക് ചെയ്യുമ്പോൾ P6 വെയിറ്റിംഗിലാണ് ഉണ്ടാവുക. കാരണം എല്ലാ പ്രിന്റേഴ്സും യൂസിംഗ് ആണ്, വെയിറ്റിംഗ് ആയിരിക്കും. ഇതേ പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. സോ ഇതാണ് ഒരു ബേസിക് എക്സാമ്പിൾ ഓഫ് ഫോർ സെമാഫോർ യൂസിംഗ് വെയിറ്റ് ആൻഡ് സിഗ്നൽ. മനസ്സിലായോ, ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ പ്രിന്റേഴ്സ് ആണ് ഷെയർഡ് ആയിട്ട് കിടക്കുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ, ഈ എക്സാമ്പിൾ ക്ലിയർ ആണോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിലല്ല, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈസ് ഇറ്റ് ക്ലിയർ, ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ, വെയിറ്റ് എന്താണ്, സിഗ്നൽ എന്താണെന്ന് മനസ്സിലായോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യുക സെമാഫോർ. ഓക്കെ, ഇനി സിഗ്നൽ ചെയ്യുമ്പം, അതായത് റിലീസ് ചെയ്യുമ്പം സെമാഫോർ എന്താക്കുക, ഇൻക്രിമെന്റ് ചെയ്യുക. ഈസ് ഇറ്റ് ക്ലിയർ, ഇതെന്താരും റെസ്പോണ്ട് ചെയ്യാത്തത്. നൂഹ, നബീൽ, നന്ദ, അഖിൽ, ഋതുൽ, നിവേദ്യ, അനുപമ. ഓക്കെ, അപ്പൊ ഈ പ്രിന്ററിന്റെ എക്സാമ്പിൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് എക്സാം പോയിന്റിൽ എഴുതാൻ പാടില്ല, കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇഫ് നോട്ട് റൈറ്റ് ഇൻ ദ എക്സാം. ഓക്കെ, സോ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തോളൂ.
You can post the attendance and you can leave, okay? Okay, completed, right? Okay. So thank you.